ന്യൂസിലാൻഡ് ബിസിനസ് രംഗത്ത് പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. സംരംഭക വിസ നിർത്തലാക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിചയസമ്പന്നരായ നിക്ഷേപകർക്കായി പുതിയ ബിസിനസ് നിക്ഷേപക വിസ, ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് വിസ അവതരിപ്പിക്കുകയാണ് ന്യൂസിലാൻഡ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി നിലവിലുള്ള ബിസിനസ്സുകൾ വാങ്ങാനും വളർത്താനും കഴിയുന്നുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സംരംഭക വിസ ഇനിയില്ല. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തി. ഈ വിസ കാര്യമായ ഫലം കണ്ടില്ലെന്ന് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പറയുന്നു. അപേക്ഷകരുടെ എണ്ണം കുറവായിരുന്നു. പല അപേക്ഷകളും നിരസിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ബിസിനസ് അപേക്ഷക വിസ 2025 നവംബറിൽ ആരംഭിക്കും. ഇതിൽ 2 നിക്ഷേപക രീതിയാണുള്ളത്. $1,00,000 നിലവിലുള്ള ഒരു ബിസിനസ് നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്താൽ 3 വർഷം വരെ അവിടെ ജോലി ചെയ്യാനും പിന്നീട് സ്ഥിരതാമസത്തിനുള്ള വഴി തുറക്കാനും സാധിക്കും. $2,00,000 നിലവിലുള്ള ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്താൽ 12 മാസത്തിനുള്ളിൽ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ നൽകാം. അപേക്ഷകർക്ക് ഒരു ബിസിനസ് മുഴുവനായി വാങ്ങാം, അല്ലെങ്കിൽ കുറഞ്ഞത് 25% ഓഹരിയെങ്കിലും സ്വന്തമാക്കാം. നിശ്ചിത തുകയുടെ നിക്ഷേപം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഈ 2 രീതികൾ ഉപയോഗിച്ചും ബിസിനസ് നിക്ഷേപക റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. ഇതുവഴി ന്യൂസിലാൻഡിൽ സ്ഥിരമായി താമസിക്കാൻ സാധിക്കും. നിങ്ങൾ എന്റർപ്രനർ വർക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച സമയത്തെ നിയമങ്ങൾ അനുസരിച്ച് അത് പരിഗണിക്കുമെന്ന് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷ പിൻവലിക്കുകയാണെങ്കിൽ പണം തിരികെ ലഭിക്കില്ല. പിൻവലിക്കാനുള്ള കാരണം എന്തായാലും ഫീസ് തിരികെ കിട്ടില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംരംഭക വിസ ഉടമകൾക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. ഈ വിസയുള്ളവർക്ക് എന്റർപ്രനർ റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. കൂടുതൽ സമയം ആവശ്യമുള്ളവർക്ക് വിസ പുതുക്കി സ്ഥിരതാമസത്തിനുള്ള ശ്രമം തുടരാം. വർക്ക് വിസ പുതിയ ബിസിനസ് തുടങ്ങുന്നവരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ പുതിയ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് വിസ നിലവിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടു പോകാനും വളർത്താനും കഴിവുള്ള നിക്ഷേപകരെയാണ് ലക്ഷ്യമിടുന്നത്. പുതിയ വിസ ലളിതവും വ്യക്തവുമായ നിയമങ്ങൾ നൽകുന്നുണ്ട്. വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ സഹായകമാകും എന്നും സർക്കാർ പറയുന്നു. ഇമിഗ്രേഷൻ മിനിസ്റ്റർ എരിക്ക സ്റ്റാൻഫോർഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് തൊഴിലവസരങ്ങൾ നിലനിർത്തുകയും കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുക, വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലുള്ള ബിസിനസ്സുകൾക്ക് പുതിയ ഉണർവ് നൽകുക എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ്. ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് വിസ ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസയ്ക്ക് ഒരു സഹായമാണ്. ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസ ഈ വർഷം ഏപ്രിലിൽ പുതുക്കിയിരുന്നു. ഇത് വലിയ നിക്ഷേപം നടത്താൻ കഴിവുള്ളവരെ ലക്ഷ്യമിട്ടുള്ളതാണ്. പുതിയ മാറ്റങ്ങൾ കൂടുതൽ വഴികൾ തുറക്കുന്നുണ്ട്. ഒന്ന്, നിലവിലുള്ള ബിസിനസ്സുകൾ വാങ്ങി വളർത്താൻ സഹായിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ മേഖലകളിൽ നിക്ഷേപം നടത്താൻ സഹായിക്കുന്നു. പുതിയ ആശയങ്ങളുള്ള സ്റ്റാർട്ടപ്പ് ഉടമകൾക്കായി ഒരു വിസ തുടങ്ങുന്നതിനെക്കുറിച്ചും ന്യൂസിലാൻഡ് ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ബിസിനസ് ഇൻവെസ്റ്റർ വിസയുടെ പൂർണ്ണമായ വിവരങ്ങൾ, ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസയുമായുള്ള താരതമ്യം, അപേക്ഷിക്കേണ്ട രീതി എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ 2025 ഒക്ടോബറിൽ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പുറത്തിറക്കും. നവംബറിൽ വിസ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അപേക്ഷകൾ തയ്യാറാക്കാൻ ഇത് സഹായിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.